ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ സെഷനുകളിൽ കണ്ടു, അതില് ലാസ്റ്റ് നമ്മൾ ഷെയർ ചെയ്ത ഒരു ടോപ്പിക്കാണ്. 3 ടോപ്പിക്ക് പറഞ്ഞു. അതിൽ ഫസ്റ്റ് ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. മടി എന്ന ഒരു ടോപ്പിക്ക് ഒരു ചെറിയൊരു കാര്യമായിട്ട് നമ്മൾ അവതരിപ്പിച്ചെങ്കിലും അത് വളരെ വലിയൊരു സംഭവമാണ്. അതാണ് നമ്മുടെ ജീവിത വിജയ പരാജയങ്ങള് നിർണയിക്കുന്ന ഒരു സംഭവം. ഈവൻ പഠനകാലം തുടങ്ങി നമ്മളൊന്ന് ശ്രദ്ധിക്കുക. പഠിക്കുന്ന സമയം ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ എഴുതാൻ സമയമില്ല, എഴുതി എത്തുന്നില്ല, ഷോർട്ട് കട്ടായിട്ട് എഴുതാൻ ബുദ്ധിമുട്ട്, എളുപ്പത്തിൽ എങ്ങനെ എഴുതി തീർക്കണം എന്നുള്ള കുറെ ഉടായ്പ പരിപാടിയൊക്കെ കൊണ്ടു നടക്കുന്ന ഒരു സമയമുണ്ട്. അവിടെ തുടങ്ങുക നമ്മുടെ മടി. ആ മടി കടന്നു കയറി നമ്മുടെ ലൈഫിലെ എല്ലാ മേഖലയിലും, വീട്ടിലായിക്കോട്ടെ, ഇനി ഒരു മാർക്കറ്റിംഗിലേക്ക് കടന്നു വരിക, അല്ലെങ്കിൽ ഒരു ബിസിനസ് മേഖലയിലേക്ക് കടന്നു വരിക, അല്ലെങ്കിൽ വ്യാപാര മേഖല, അല്ലെങ്കിൽ ഓഫീസിലെ ഒരു ജോലി കിട്ടുക, അല്ലെങ്കിൽ ഒരു സെയിൽസിൽ നമുക്ക് ജോലി കിട്ടുക, അല്ലെങ്കിൽ ഒരു സർവീസ് സെന്ററിൽ അല്ലെങ്കിൽ സർവീസ് മേഖലയിൽ ജോലി കിട്ടുക, അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ ജോലി കിട്ടുക. ഈ ടിപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മടി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ വളരെ എളുപ്പത്തിൽ പറഞ്ഞു. ആദ്യം പറഞ്ഞ ടോപ്പിക്കാണ്. എന്താണ് പറഞ്ഞത്? നമ്മളിരിക്കുന്ന പൊസിഷനിൽ നിന്ന് നമുക്കൊരു ആവശ്യം വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ചെറിയ കാര്യം മറ്റുള്ളവരെ ഏൽപ്പിക്കുക. പേപ്പർ വായിക്കുന്ന സമയത്ത് ലൈറ്റ് ഇടണം, ഫാൻ ഇടണം, അല്ലെങ്കിൽ ഫാനിന്റെ സ്പീഡ് കൂട്ടണം. അടുത്ത് നിൽക്കുന്ന ഒന്ന് ചെയ്തേ, ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് പോയാൽ മതി. ഈവൻ ബെഡിൽ കിടന്ന് ടി വി കാണുമ്പോൾ ഒരു വലിയ കോല് വെച്ച് ടി വി ഓഫ് ആക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നതുപോലെ എന്തിനും മടി. ഒരു സെയിൽസ് ഡീല് വന്നു, അവിടെ ഇരിക്കട്ടെ, പിന്നെ നോക്കാം, ഇന്നിപ്പോ വൈകുന്നേരം ആയില്ലേ, ഇന്നിപ്പോ നോക്കണില്ല, നാളെ നോക്കാം. ആക്ച്വലി ആ ഒരു സെയിൽസ് നമുക്ക് ക്ലോസ് ചെയ്യാൻ വരാത്ത അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സെയിലില്ലാത്ത സമയം, അപ്പൊ കിട്ടുന്ന ലീഡ് നല്ല മടിയില്ലാത്തൊരു പെട്ടെന്ന് പോയി അത് എക്സിക്യൂട്ട് ചെയ്യും. എല്ലാ മേഖലയിലും, വീടായിക്കോട്ടെ, ഒരു ചായ കുടിച്ച പാത്രം, അല്ലെങ്കിൽ കിച്ചൺ, അല്ലെങ്കിൽ തുണികള്, അല്ലെങ്കിൽ വേറെ എന്തും ആയിക്കോട്ടെ, നമ്മൾ എപ്പോഴും ലാഘവ ബുദ്ധിയോടെ നാളേക്ക് വെക്കും. ഒരു സർവീസ് സെന്റർ ആയിക്കോട്ടെ, നിങ്ങൾ സർവീസ് സെന്റർ നോക്കാം. ഇന്നൊരു വർക്ക് വന്നു, ആ വർക്ക് സമയബന്ധിതമായിട്ട് തീർത്ത തൊട്ടടുത്ത വർക്ക് വരുമ്പോൾ നമുക്കത് ചെയ്യാൻ സമയം കിട്ടും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു വർക്ക് വന്നു, അത് അവിടെ ഇരിക്കട്ടെ, തട്ടി അങ്ങോട്ട് വെച്ചു. അതിന്റെ പുറകെ വേറെ വർക്ക് വരും. അപ്പൊ അത് അത് ചെയ്യണമല്ലോ, അപ്പൊ അതെടുക്കും. അത് വെക്കുമ്പോഴത്തേക്കും വേറെ ഒന്ന് വന്നു. കലുഷിതമായി എണ്ണം കൂടുമ്പോ നമുക്ക് കറക്റ്റ് ആയിട്ട് എന്താ ചെയ്യാ, നമുക്ക് ഒരു പിക്ചർ കിട്ടില്ല. നമ്മുടെ മനസ്സ് പല രീതിയിലേക്ക് സ്പ്രെഡ് ആവും. അപ്പോ ആ മടിയാണ് നമ്മളെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുക. ഇതെല്ലാം മാറ്റാനായിട്ട് വളരെ സമയബന്ധിതമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ഒരു മടി കൂടാതെ, മറ്റുള്ളവരുടെ സഹായമില്ലാതെ മുമ്പിലേക്ക് പോകാനായിട്ട് നമ്മൾ വളരണം. അതാണ് നമ്മുടെ വിജയത്തിലേക്ക് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്ത് കാര്യവും ഒരു പ്രാവശ്യം നമുക്കറിയില്ലാത്ത കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് പഠിക്കുകയും പിന്നീട് അത് നമ്മൾ സ്വന്തം ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. നമ്മൾ മടി കാണിക്കുകയാണ്, എനിക്കറിയാൻ പാടില്ല, ഏത് ഭയങ്കര കടുപ്പാണ് മടി. പക്ഷെ നമ്മുടെ മടിയാണ് നമ്മളെ പഠിക്കാൻ പഠിപ്പിക്കാത്തത്. പഠിക്കാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ ശ്രമിക്കാതെ നമ്മുടെ മടിയാ, അല്ലെങ്കിൽ കാരണങ്ങൾ പലത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ മടിയാ. ആ മടിയെ നമ്മൾ മാറ്റാൻ എപ്പോഴും ശ്രദ്ധിക്കണം. ആ മടി എന്ന് മാറുന്നോ നമ്മൾ A to Z, ലൈഫ് ആയിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, എന്തിലും വളരെ വലിയ മുന്നേറ്റം നേടാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ ജയിച്ച ആളുകളെ ശ്രദ്ധിക്കൂ. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ ജയിച്ചേക്കുന്നവരുണ്ടാവും. അവരെങ്ങനെ പെരുമാറുന്നു, അവരെന്താണ് ചെയ്തത്, എന്തുകൊണ്ടാണ് ജയിച്ചത്, അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, നിങ്ങൾ മനസ്സിലാക്കാം. മടി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവുകയാണ്. അടിപൊളിയായിട്ട് അവര് ചുക്കരിക്കും. രാശിക്കായ ഭിത്തിയിലടിക്കുന്നവര് ആ ഭിത്തിയിലേക്ക് രാശിക്കായ അടിക്കുന്നതായിരിക്കും കൂടുതൽ സ്പീഡിലായിരിക്കും തിരിച്ചു വരാം എന്നതുപോലെ തന്നെയാണ് അവരുടെ ആറ്റിറ്റ്യൂഡ്. അതുപോലെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറണം. അപ്പൊ നമ്മളെല്ലാവരും നല്ല വിജയത്തിലേക്ക് മുന്നേറും. നിങ്ങൾക്കെല്ലാവർക്കും വിജയിക്കാൻ, നല്ല ഉന്നതങ്ങളിൽ എത്താൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. വെരി താങ്ക് യു. ഞാൻ എന്റെ പേര് പറയാൻ മറന്നു. എന്റെ പേര് റൂബിൻ റാഫേൽ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എനിവേ, ഒരിക്കൽ കൂടി